Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ എൻഡിൽ ഇല്ലുസ്ട്രേറ്റ് എന്നോ ടു ഷോ ദാറ്റ് എന്നോ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരിക്കൽ കൂടി പറയാം. ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ് എന്നോ ടു ഷോ ദാറ്റ് എന്നോ ഒരു ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ടു ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞു വന്ന ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ടു ഇല്ലുസ്ട്രേറ്റ് വാട്ട് അല്ലെങ്കിൽ ടു ഷോ വാട്ട് എന്ന് നമുക്ക് അതിനെ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആക്കാം. അപ്പം അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമ്മളതനുസരിച്ച് മനസ്സിലാക്കി എടുക്കുക. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഉദാഹരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ സിനോണിംസ് കൂടെ പറയാം. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഷോ, റെപ്രസെൻറ്റ്, എക്സംപ്ലിഫൈ, മേക്ക് ക്ലിയർ, എക്സ്പ്ലെയിൻ, എലൂസിഡേറ്റ്, പോയിൻ്റ് അപ്പ്, ഇലൂമിനേറ്റ്, ഡെമോൺസ്ട്രേറ്റ്, ക്ലാരിഫൈ, മേക്ക് ഇൻ്റലിജിബിൾ. ഇങ്ങനെ നമ്മൾക്കൊരു കുറച്ച് വേർഡ്സ് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണിത് ഡീൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ ആദ്യം നമ്മൾ പറയുക എന്താണ്, ഇത് ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരും. അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരും, അല്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുകയാണ് എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ എൻഡിൽ നമുക്ക് ഈഫ് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനെയാണ് എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൻ്റെ പാരഗ്രാഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഒരു എന്താണോ അതിൻ്റെ ടോപ്പിക്ക് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് നമ്മളവിടെ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യും. അതിനുശേഷം ഒരു ജനറൽ റൂൾ മെൻഷൻ ചെയ്യും. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ജനറലി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊരു കാര്യം പറയും. അതിനുശേഷം നമ്മളോട് പറയും പക്ഷേ എന്താണ് പീഡിയാട്രിക് വാർഡിൽ അല്ലെങ്കിൽ കാർഡിയാക് വാർഡിൽ ഇതിനൊരു എക്സെപ്ഷനുണ്ട്, അവിടെ ഇങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മളോട് പറയുന്നു. അപ്പം ആ ഒരു എക്സെപ്ഷനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ പീഡിയാട്രിക് വാർഡിൽ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഈ കാർഡിയോളജി വാർഡിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്, അല്ലേ? ഏതൊരു സാഹചര്യമാണ് ഇതിനകത്ത് എക്സെപ്ഷനായിട്ടുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എക്സെപ്ഷണൽ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരും. ഇത് ഇത്രയും ഞാൻ എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ്റെ കാര്യം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ എക്സാമ്പിൾ കാണിച്ചു, രണ്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കാണിച്ചു, അതിൻ്റെ പാരഗ്രാഫ് സ്ട്രക്ചർ കാണിച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് അത് കൂടുതൽ ഇൻഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലേ? ഇതേ സെയിം ടെക്നിക്ക് തന്നെയാണ് ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ് എന്നോ ടു ഷോ ദാറ്റ് എന്നോ എന്ന് പറഞ്ഞു വരുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതേ സെയിം ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായി കാണത്തില്ല ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന്. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീഡിയോ ആക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യനേ ചെയ്തിട്ടുള്ളൂ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളത് ഒന്ന് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് OETയുടെ ഒഫീഷ്യൽ സൈറ്റിൽ മാനേജ്മെൻറ്റ് ഓഫ് ബേൺസ് എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക. ഡോക്ടർ സൂട്ടർ യൂസസ് ദ ഇമേജസ് ഓഫ് ദ ഫയർ വർക്ക് ഫാക്ടറി ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ്. ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഡോക്ടർ സൂട്ടർ യൂസസ് ദ ഇമേജസ് ഓഫ് ദ ഫയർ വർക്ക് ഫാക്ടറി ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡോക്ടർ സൂട്ടർ ഈ ഫയർ വർക്ക് ഫാക്ടറിയുടെ ഇമേജ് യൂസ് ചെയ്ത് എന്ത് ഉദാഹരണം കാണിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെ എന്ത് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഡോക്ടർ സൂട്ടർ ഫയർ വർക്ക് ഫാക്ടറിയുടെ ഇമേജസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇനി നമ്മൾ എന്താണ് പാരഗ്രാഫിലോട്ട് പോകാം.
അപ്പം നമ്മൾ ആ ഒരു പോർഷൻ മാത്രമേ വായിക്കുന്നുള്ളൂ ഇവിടെ. ദ മെക്കാനിസം ദാറ്റ് പ്രൊവോക്ക് ആൻ അലർജി റിമെയിൻ എ ഗ്രേ ഏരിയ എന്ന് പറയുകയാണ്. ദ മെക്കാനിസം ദാറ്റ് പ്രൊവോക്ക് ആൻ അലർജി റിമെയിൻ എ ഗ്രേ ഏരിയ. ഗ്രേ ഏരിയ എന്ന് വെച്ചാൽ അൺക്ലിയർ എന്നാണ് ആ ഫ്രേസിൻ്റെ അർത്ഥം. ദ മെക്കാനിസം ദാറ്റ് പ്രൊവോക്ക് ആൻ അലർജി റിമെയിൻ ഗ്രേ ഏരിയ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അലർജിയെ പ്രൊവോക്ക് ചെയ്യുന്ന മെക്കാനിസം ഇപ്പോഴും അൺക്ലിയർ ആണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സൂട്ടർ സേസ് ഇറ്റ്സ് ലൈക്ക് ത്രോയിങ് എ മാച്ച് ഇൻ ടു എ ഫയർ വർക്ക് ഫാക്ടറി എന്ന് പറയുന്നു. ഡോക്ടർ സൂട്ടർ പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇറ്റ്സ് ലൈക്ക് എന്തിനെ പോലെയാണ്? ത്രോയിങ് എ മാച്ച് ഇൻ ടു ഫയർ വർക്ക് ഫാക്ടറി. ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരു ഫയർ വർക്ക് ഫാക്ടറിയിലോട്ട് എറിയുന്നത് പോലെയാണ്. ഹിറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് യു സെറ്റ് ഓഫ് ദ ചെയിൻ റിയാക്ഷൻ. അപ്പം അതിൻ്റെ റൈറ്റ് പ്ലേസിലാണ് ചെന്ന് പതിക്കുന്നതെങ്കിൽ അവിടെ ഒരു സെറ്റ് ഓഫ് ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാക്കും. മിസ് ഇറ്റ് ആൻഡ് മാച്ച് ജസ്റ്റ് ഫിസിൽ ഔട്ട്. ആ ഒരു തീപ്പെട്ടിക്കൊള്ളി മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഫിസിൽ ഔട്ട് ആവും. ഫിസിൽ ഔട്ട് മീൻസ് ചീറ്റിപ്പോവും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈറ്റിംഗ് അപ്പ് ഓർ ഫിസിലിംഗ് ഔട്ട് ഈസ് നോട്ട് വെൽ അണ്ടർസ്റ്റുഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ്? നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടില്ല. ഫിസിലിംഗ് ഔട്ട് ഈസ് നോട്ട് വെൽ അണ്ടർസ്റ്റുഡ്. ഇനി നമ്മളിതിൻ്റെ ആൻസർ ഒന്ന് എടുത്ത് നോക്കിയേ. അപ്പം നമുക്ക് ഈ ഗ്രേ ഏരിയ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. ഇവിടെ പറയുന്നത് എന്താണ്? ദ ഫാക്ടേഴ്സ് ട്രിഗറിങ് ആൻ അലർജിക് റിയാക്ഷൻ സ്റ്റിൽ റിമെയിൻ അൺക്ലിയർ. അപ്പോൾ ഗ്രേ ഏരിയ അൺക്ലിയർ എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എ ആണെന്ന്. ബി നോക്കിക്കേ. അലർജിക് അറ്റാക്സ് ക്യാൻ ഒക്കർ സഡൻലി എനി ടൈം ഇൻ എ പേഴ്സൺസ് ലൈഫ് എന്നാണോ അവിടെ പറയുന്നത്? അലർജിക് അറ്റാക്സ് ക്യാൻ ഒക്കർ സഡൻലി എനി ടൈം അങ്ങനെ അവിടെ പറയുന്നില്ല ഇല്ലേ? അപ്പം നമുക്ക് ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സി പറയുന്നു ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫോർസീ വിച്ച് ഫാമിലി മെമ്പർ ക്യാൻ അലർജി വിൽ അഫക്റ്റ്. അപ്പം അത് പറയുന്നത് എന്താണ്? യൂസ് ദ ഇമേജസ് ഓഫ് ദ ഫയർ വർക്ക് ഫാക്ടറി എന്ന് പറയുന്നത് എന്തിനെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സി പറയുന്നത്. ഡിഫിക്കൾട്ട് ടു ഫോർസീ മീൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ, അതായത് ഏത് ഫാമിലി മെമ്പേഴ്സിനാണ് ഈ അലർജി അഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പറയുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണെന്നാണ് സി പറയുന്നത്. ഡി പറയുന്നത് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫുഡ് അലർജി ഈസ് ബേസിക്കലി എ മാറ്റർ ഓഫ് ചാൻസ്. അതെന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫുഡ് അലർജി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബേസിക്കലി എ മാറ്റർ ഓഫ് ചാൻസ് എന്നാണ് ഡി ഓപ്ഷൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ആ ഗ്രേ ഏരിയയുടെ അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ആൻസർ ആ ഒരു എക്സാമ്പിളിന് മുന്നെയാണ് നമ്മുടെ ആൻസർ എന്നുള്ളത് അല്ലേ? ഒരു കാര്യം പറഞ്ഞു അതിനെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്, ആ പറഞ്ഞ കാര്യത്തെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ് അല്ലെങ്കിൽ ടു ഷോ ദാറ്റ് എന്ന് പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എവിടെ കാണും? ഈ എക്സാമ്പിളിൻ്റെ മുന്നേ കാണും. ആ എക്സാമ്പിളിൻ്റെ മുന്നേ ഉള്ള സെൻറ്റൻസ് നമ്മുടെ ആൻസർ കാണും. അവിടെ നമുക്ക് മനസ്സിലായില്ല എങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാമ്പിളും കൂടെ അതിന് മുന്നത്തെ സെൻറ്റൻസ് വായിച്ചിട്ട് ആ എക്സാമ്പിളും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ടു ഇല്ലുസ്ട്രേറ്റ് വാട്ട് അല്ലെങ്കിൽ ടു ഷോ വാട്ട് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഈ എക്സാമ്പിളിൻ്റെ മുന്നത്തെ സെൻറ്റൻസിലായിരിക്കും നമ്മുടെ ആൻസർ വരിക. ആ ഒരു സെൻറ്റൻസ് നമുക്ക് വായിച്ചിട്ട് ഇച്ചിരി കൂടെ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമ്പിളും കൂടെ നമ്മൾ ചേർത്ത് വായിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറിലോട്ട് എത്താൻ കഴിയും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വേറെയും ക്വസ്റ്റ്യൻസ് നമ്മുടെ OETയുടെ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ സ്ട്രാറ്റജി മനസ്സിലാക്കി അതിൻ്റെ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെയും ഡീൽ ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 350 മാർക്ക് റീഡിങ്ങിൽ നേടാവുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക്